Hi guys, എൻ്റെ എല്ലാ പ്രിയ ചങ്കുകൾക്കും ചങ്കത്തികൾക്കും മല്ലു ജ്യൂസറിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് നമ്മളെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്നിക്കേഴ്സിൻ്റെ മിൽക്ക് ഷേക്കാണ്. നമ്മൾ കടയിലൊക്കെ പോയിട്ട് സ്നിക്കേഴ്സിൻ്റെ മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും. എന്നാൽ ആ സ്നിക്കേഴ്സിൻ്റെ മിൽക്ക് ഷേക്ക് 10 രൂപയുടെ 2 സ്നിക്കേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലും വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളിപ്പനായിട്ട് സ്നിക്കേഴ്സിൻ്റെ മിൽക്ക് ഷേക്ക് അടിക്കാൻ കഴിയും. എങ്ങനെ നമുക്ക് അടിക്കാൻ നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പേ നമ്മളെ സ്നിക്കേഴ്സിൻ്റെ മിൽക്ക് ഷേക്ക് അടിക്കാൻ 2 എണ്ണം ഉണ്ട് ഞാൻ അടിക്കണേ. 2 എണ്ണത്തേക്ക് 3 എണ്ണം 10 രൂപേൻ്റെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം 3 എണ്ണം നമുക്ക് അതിൻ്റെ കവറൊക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ പീസാക്കിയാണ് എടുക്കാം. കാരണം മിക്സിയിൽ പെട്ടെന്ന് അടിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ചോക്ലേറ്റ് അല്ലേ, മിക്സിയിൽ പൊട്ടിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് അപ്പോൾ 3 എണ്ണം 2 എണ്ണത്തേക്ക് 3 സ്നിക്കേഴ്സ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. രണ്ട് ഗ്ലാസ്സിക്ക് ഈ കാണുന്ന സ്പൂണിന് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. കാരണം സ്നിക്കേഴ്സാണ്, ചോക്ലേറ്റ് നല്ല മധുരം ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ പീസാക്കിയിട്ടുള്ള സ്നിക്കേഴ്സ് അതിലേക്കാണ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളെ കയ്യിൽ തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടി ആയിക്കാണ് ഒഴിച്ചു കൊടുത്താൽ പൊള്ളി ആയിക്കാരം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. തേനില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ പൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് ഒരു പഴം, 2 എണ്ണത്തേക്ക് ഒരു പഴം, ഒരു ചെറിയ പഴം കേട്ടോ, ചെറിയ പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈസൂർ പഴം ചെറുത്, കാരണം സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടേ. കൂടുതലായാൽ പഴത്തിൻ്റെ രുചിയായി മാറും. ഇനി കട്ടപ്പാൽ ഇട്ട് കൊടുക്കുക. ഷേക്കാണ് അടിക്കുന്നത്, കട്ടപ്പാൽ. ഇനി ജ്യൂസാക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടപ്പാൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാൽ, സാധാ പാലോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 500 ml പാലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, വലിയ ഗ്ലാസ് ആയതുകൊണ്ട്. ഇനി നമുക്ക് ശരിക്കും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്നിക്കേഴ്സിൻ്റെ നല്ല അടിപൊളി ഷേക്ക് നമ്മളിവിടെ അടിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ചൊറുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിന് സിറപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഗ്ലാസ്സിന് ചുറ്റും ഒഴിച്ചു കൊടുത്തോളി. ഞാൻ ഒരു ഗ്ലാസ്സിന് ഒഴിച്ചു കൊടുത്തേക്കാണ്. ഇനി നമ്മളെ സ്നിക്കേഴ്സിൻ്റെ മിൽക്ക് ഷേക്ക് ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയിൽ. നിങ്ങൾക്ക് തണുപ്പ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസായിട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ടപ്പാലിട്ടിട്ട് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കുക. പാലായിരിക്കും ബെറ്റർ. നല്ല ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ പാല് വേണം. പിന്നെ ഞാൻ ഇവിടെ ഒരു മറ്റേ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടല്ലോ, അതെടുത്തേക്കണേ. സാൾട്ടിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്, മറ്റേ മസാലൻ്റെ ഒന്നും എടുക്കരുത്. അപ്പോൾ നമ്മളെ സ്നിക്കേഴ്സിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ആവും. അതാണ് പൊടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു എക്സ്ട്രാ ഉണ്ടായിരുന്ന സ്നിക്കേഴ്സും കൂടി എടുത്തിക്കണേ. നമുക്ക് ഇടയ്ക്കൊന്നും ഇങ്ങനെ സ്നിക്കേഴ്സ് ഇങ്ങനെ കടിക്കുമ്പോൾ അതൊരു രസമാണല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് അതും അതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തേൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറ്. കുട്ടികൾക്കാണ് കൊടുത്താൽ കുട്ടികൾ പിന്നെയും വേണം പറയും. കുട്ടികൾ മാത്രമല്ല, ഞങ്ങൾ കുടിച്ചാൽ ഞങ്ങൾ പിന്നെയും കുടിച്ചും. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും നല്ലൊരു അടിപൊളി സിമ്പിൾ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ.